ഈ കുട്ടി, അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു. കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഇതൊന്നും ഈ കുട്ടിക്ക് ആയിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ അത്ര മിടുക്കുകയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി. നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കുകൊണ്ടല്ല ആ പദവിയിൽ എത്തിയത്, ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ആ പദവിയിൽ എത്തിച്ചത് എന്ന്. അപ്പോൾ യദുവിന് കൊടുത്തിരുന്ന 20 മണിക്കൂർ ഡ്രൈവ് വളയം പിടിച്ചതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ പ്രതിസന്ധി വാഗ്വാദം ഉണ്ടാകുന്നത്. അന്നേരം പറഞ്ഞു കേട്ടതാണ് ഈ 715 രൂപയാണത്രേ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് ഒരു എംപാനൽ ഡ്രൈവർക്ക് കൊടുക്കുന്നത്. LDF ഗവൺമെൻറ് കഷ്ടം എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ കേരളത്തിലെ ഒരു ആളെ കിളയ്ക്കാൻ വിളിക്കുക, രാവിലെ 8 മണിക്ക് വന്ന് ആ വേഷമൊക്കെ മാറി കിളയ്ക്കാൻ തുടങ്ങി 2 മണിയാകുമ്പോഴത്തേനും കുളിച്ച് തോർത്തി തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോൾ 1400 രൂപയാണ് ഇവിടെ ഒരു ആരും കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്ന സ്ഥലത്താണ് 20 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞ ഒരു ഡ്രൈവർക്ക് എത്രയാണ് കൊടുത്തത്? 715 രൂപ വെച്ച് കൊടുത്തു. ആ യദു അപ്പോൾ ചോദിച്ചു, എനിക്ക് യദുവിനോട് ബഹുമാനം തോന്നി, ആര്യ രാജേന്ദ്രനോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം. എപ്പോഴാണ് ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ. ഈ നാട്ടിൽ പ്രഭുക്കളെ കണ്ടാൽ അറിയാത്ത മൂളിക്കുരങ്ങ് നീ എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ അർത്ഥവത്തായത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഐശ്വര്യമായ മേയർക്കാണ്. കാരണം എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണല്ലോ ഒരു പാവം പിടിച്ച ഡ്രൈവറുടെ നേരെ ചാടിക്കയറിയത് മേയറും ഭർത്താവായ MLA-യും. അപ്പോൾ ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഇതാണോ? MLA-യും അതൊക്കെ സഭയ്ക്കകത്ത് നിൽക്കുന്ന കാര്യങ്ങളല്ലേ, പുറത്തു വരുമ്പോൾ സാധാരണക്കാരല്ലേ. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അച്യുതമേനോൻ മുഖ്യമന്ത്രി പദവി രാജിവെച്ചതിന് ശേഷം തമ്പാനൂർ പോയി KSRTC ബസ്സിൽ കയറിയാണ് തൃശ്ശൂർക്ക് പോയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നീട് അദ്ദേഹം അവിടെയൊക്കെ തേക്കിൻകാട് മൈതാനത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ചെന്നിരിക്കുമായിരുന്നു എന്ന് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തിലും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കുരുന്നുകളാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഈ മുറ്റി വരുമ്പോൾ എന്തായിരിക്കും ഇവരൊക്കെ? ശരിയാണ്, അത് താങ്കൾ പറഞ്ഞത് ഞാനും കേട്ടിട്ടുണ്ട്. മാത്രവുമല്ല, കാന്തലോട്ട് കുഞ്ഞമ്പു എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹം തൻ്റെ വകുപ്പിൽ തന്നെ ചെന്ന് വണ്ടിക്കൂലിക്ക് പൈസ വാങ്ങിച്ച്, അതായത് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നത് കോഴിക്കോടാണെന്ന് തോന്നുന്നു, അങ്ങോട്ട് വണ്ടിക്കൂലിക്കുള്ള പൈസ വാങ്ങിച്ച് ആ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു ആണ് പോയത് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തീർച്ചയായും നമുക്കറിയാം. അങ്ങനെയുള്ള ഒന്നാന്തരം എക്സാമ്പിൾസ് നമ്മുടെ രാഷ്ട്രപതി തന്നെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അല്ലേ. അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് എടുത്തു നോക്ക്. അദ്ദേഹം അവരുടെ പിതൃസ്വത്തുക്കളായിരുന്നു, അതായത് വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ആ ഭൂസ്വത്തുക്കളിൽ നല്ല ഒരു ഭാഗവും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റും മറ്റ് സ്ഥാവര ജംഗമങ്ങളും കെട്ടിപ്പടുക്കാൻ വേണ്ടി, അതായത് മാറ്റിവെക്കുകയായിരുന്നു, ചെലവഴിക്കുകയായിരുന്നു ചെയ്തത്. ഇനി അതുപോലെ നമ്മളിപ്പോൾ നമ്മൾ അംബേദ്കറിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഓരോ മഹാരഥന്മാരെ പറ്റിയും പറഞ്ഞിട്ടുള്ളത്. താങ്കൾ നേരത്തെ പാടിയ ആ കവിത, അത് കുഞ്ചൻ നമ്പ്യാരുടെ കവിത. കുഞ്ചൻ നമ്പ്യാരുടെ കവിതകളൊക്കെ വളരെ അർത്ഥവത്താണ്. അത് ഇവിടെയും അതുപോലെ തന്നെ ഇരിക്കണമായിരുന്നു. എങ്കിൽ എന്ത് ഫലിതത്തോടുകൂടി ഇവരെയൊക്കെ ആക്രമിച്ചേനെ. ശരിക്കും ഇവരെയൊക്കെ ആക്രമിക്കേണ്ടതുമാണ്. അപ്പം ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം ആദരണീയനായി തീരേണ്ടത്. അതുപോലെ തന്നെ ഒരു മേയറാണെങ്കിലും കർമ്മം കൊണ്ടാണ് എല്ലാവരും അറിയുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതല്ലാതെ മേയർ എന്ന പദവിയെ ആർക്ക് ആണ് ആദരവ് തോന്നേണ്ടത്? ആർക്കും തോന്നേണ്ട കാര്യമില്ല. ഈ കുട്ടി, അതായത് ഈ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ മേയർ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, ലോകത്തിലെ
ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെയുള്ള ഖ്യാതി. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് സന്തോഷമായിട്ട് തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് വലിയ ആശങ്ക തോന്നിയിരുന്നു. കാരണം നമ്മളൊക്കെ ഇത്രയധികം ജീവിത അനുഭവം കൊണ്ടും ഒക്കെ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് തിരിച്ചറിവുകളുണ്ട്. ഇതൊന്നും ഈ കുട്ടിക്കായിട്ടില്ല. അതായത് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കോർപ്പറേഷനാണ് എന്ന് തിരുവനന്തപുരം കോർപ്പറേഷനെ പറ്റി IIM അഹമ്മദാബാദുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഞാൻ. ആ പഠനത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടുത്തെ ഈ എന്താണ് പറയുക, ഈ മാലിന്യ പ്രശ്നങ്ങൾ, അതായത് വിളപ്പിൽശാല മാലിന്യ സംസ്കരണ കേന്ദ്രമൊക്കെ പ്രതിസന്ധിയിലായിരുന്ന കാലഘട്ടത്തിലാണ് ആ പഠനം നടത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഈ കോർപ്പറേഷനുണ്ട്. അങ്ങനെ എപ്പോഴും പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനെ ഈ ഒരു കുട്ടി എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത്ര മിടുക്കിയാണെങ്കിൽ ആ മിടുക്ക് തെളിയിച്ച് അവർ മുൻപോട്ട് വരും എന്ന് തന്നെ കരുതി. നമുക്ക് മനസ്സിലായി പിൽക്കാലത്ത് മിടുക്കുകൊണ്ടല്ല ആ പദവിയിൽ എത്തിയത്, ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരാളെ ആ പദവിയിൽ എത്തിച്ചത് എന്ന്. കാരണം എവിടെയെങ്കിലും ഒപ്പിടാൻ പറയുമ്പോൾ ഒപ്പിടുക എന്ന ഒരു കർത്തവ്യം മാണ് ചെയ്യേണ്ടത്. അതാണല്ലോ അന്ന് സ്വജന പക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികൾ, അതായത് CPMൻ്റെ ആൾക്കാരെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞൊക്കെ ഒരു ലെറ്റർ കൊടുത്തതും ഒക്കെ. അത് ഞാൻ എൻ്റെ ഒപ്പാണ്, പക്ഷേ ഈ കാര്യങ്ങൾ എഴുതിയിരിക്കണമെന്ന് ഞാനല്ല എന്നൊക്കെ പറഞ്ഞുള്ള അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം